കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർത്തിയായി. കേരള കോൺഗ്രസ് സെക്യുലറിന് ജില്ലാ പഞ്ചായത്തിൽ 2 സീറ്റുകൾ നൽകാൻ ധാരണയായി. അതേസമയം UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. 90% പഞ്ചായത്തുകളിലും ധാരണയായതായി ഇടതു നേതൃത്വം പറയുന്നു. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 മാത്രമാണ് ധാരണയാകാനുള്ളത്. നഗരസഭകളിൽ പുതുതായി രൂപീകരിച്ച ഏറ്റുമാനൂരിൽ മാത്രമാണ് ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ CPIക്ക് നൽകുന്ന സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായാൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്ന് നേതാക്കൾ പറയുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്കകം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് 2 സീറ്റുകൾ കേരള കോൺഗ്രസ് സെക്യുലറിന് നൽകും, പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളി ഡിവിഷനും. ഇതിനിടെ PC ജോർജ് MLA CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മാന്യമായ സമീപനമാണ് ഇടതുപക്ഷത്തു നിന്നും സെക്യുലർ കേരള കോൺഗ്രസിന് ഉണ്ടാകുന്നതെന്ന് ജോർജ് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, സെക്യുലർ നേതൃത്വം എന്നെ അറിയിച്ചതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ മാന്യമായ സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം CPIയും ഒക്കെ നമ്മളോട് പ്രകടിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം UDFൽ ഇതുവരെ സീറ്റ് ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. KM മാണിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫുമെല്ലാം ചർച്ചകൾക്ക് നേരിട്ട് ചുക്കാൻ പിടിക്കുന്നുണ്ട്. പാലാ നഗരസഭയിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. വിട്ടുവീഴ്ചകൾക്ക് ഇരുകൂട്ടരും തയ്യാറായി പ്രശ്നങ്ങൾ പരിഹരിച്ചാലും പാലാ നിയോജക മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകളിൽ സൗഹൃദ മത്സരത്തിനും സാധ്യത കാണുന്നുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.